കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ താരപുത്രനായി വന്ന് നടനും നിർമ്മാതാവും വിതരണക്കാരനുമായി മാറിയ ആരാധകർ ചാലഞ്ചിങ് സ്റ്റാർ എന്ന് വിളിക്കുന്ന ദർശൻ. എന്നാൽ അതിനേക്കാളും ആളുകൾ അറിയുക സാൻഡൽവുഡിലെ റൗഡി എന്ന വിളിപ്പേരിലായിരിക്കും. ദർശൻ തുകുദീപ ശ്രീനിവാസൻ എന്ന ഈ നടനാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. കൊലക്കുറ്റത്തിന് അറസ്റ്റിലായിരിക്കുകയാണ് താരം ഇപ്പോൾ. സിനിമയിൽ വന്ന മുതൽ വിവാദങ്ങളില്ലാതെ അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. വിവാദങ്ങൾ നിറഞ്ഞ ദർശന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനം വന്നതാണ് ഈ കൊലക്കുറ്റവും അറസ്റ്റുമൊക്കെ. കളിൽ ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചായിരുന്നു തുടക്കം. മജസ്റ്റിക് എന്ന ചിത്രം ഹിറ്റായതോടെ ദർശൻ കന്നഡ സിനിമയുടെ ഒരു മുതൽക്കൂട്ടായി മാറി. അവസാനമെത്തിയ കട്ടേര എന്ന ചിത്രം 100 കോടിക്ക് മുകളിൽ പോയിരുന്നു. ഇപ്പോൾ താരം അറസ്റ്റിലായിരിക്കുന്നത് സുഹൃത്തും നടിയുമായ പവിത്ര ഗൗഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ച രേണുക സ്വാമി എന്നയാളെ കൊലപ്പെടുത്തിയ കേസിലാണ്. പവിത്ര ഗൗഡയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദർശനെതിരെയുള്ള വിവാദങ്ങൾ ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. 2011 ഗാർഹിക പീഡനത്തിന് ദർശനെതിരെ ഭാര്യ വിജയലക്ഷ്മി പോലീസിൽ പരാതി നൽകിയിരുന്നു. ദർശൻ തന്നെ മർദ്ദിച്ചതായും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമൊക്കെയായിരുന്നു പരാതി. സംഭവം സത്യമാണെന്ന് തെളിഞ്ഞപ്പോൾ മദ്യലഹരിയിലായതുകൊണ്ട് ഓർമ്മയില്ലെന്നായിരുന്നു താരത്തിന്റെ മറുപടി. അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട താരം 14 ദിവസം ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു. പിന്നീട് കോടതിക്ക് പുറത്തുവെച്ച് ഒത്തുതീർപ്പാക്കുകയായിരുന്നു ആ കേസ്. സംഭവത്തിൽ ആരാധകരോട് ദർശൻ പരസ്യമായി മാപ്പ് പറഞ്ഞത് അന്ന് വലിയ വാർത്തയായിരുന്നു. 2016 പരാതിയുമായി ഭാര്യ രംഗത്തെത്തിയിരുന്നു. 2021 ദർശൻ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. മൈസൂരിലെ ഒരു ഹോട്ടലിലെ വെയിറ്ററോട് മോശമായി പെരുമാറിയതിനായിരുന്നു അത്. പക്ഷെ അതും ഒത്തുതീർപ്പാക്കി. പിന്നീട് ദർശൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവുമായി ഭരത് എന്ന കന്നഡ ചലച്ചിത്ര നിർമ്മാതാവ് 2022 രംഗത്തെത്തിയിരുന്നു. തൊട്ടടുത്ത വർഷം താരത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൗസിൽ കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു റെയ്ഡ് നടത്തിയത് വാർത്തകളിൽ ഇടം പിടിച്ചു. സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന 4 ബാർ ഹെഡഡ് ഗീസ് പക്ഷികളെ അവിടെ നിന്നും ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുകയും ചെയ്തു. നിയമം ലംഘിച്ച് താരം വളർത്തിയതായിരുന്നു അവയെ. അതേസമയം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്ന നടി പവിത്ര ഗൗഡയുമായി ദർശൻ വിവാഹേതര ബന്ധം പുലർത്തിയിരുന്നതായും ആരോപണമുണ്ടായിരുന്നുവെന്ന്. അവിടം കൊണ്ടൊന്നും ദർശന്റെ വിവാദങ്ങൾ തീർന്നില്ല. ഒരിക്കലൊരു അഭിമുഖത്തിനിടെ ഭാഗ്യദേവതയെക്കുറിച്ച് നടത്തിയ പരാമർശം ദർശനെ വീണ്ടും വിവാദങ്ങളിൽ നിറച്ചു. ഭാഗ്യദേവതയെക്കുറിച്ച് ലൈംഗിക ചുവയോടെ സംസാരിച്ചതിന് അന്ന് താരത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ക്രാന്തി എന്ന ചിത്രത്തിന് പ്രൊമോഷൻ എത്തിയപ്പോൾ താരത്തിന് ചെരുപ്പേറ് വരെ കിട്ടിയ സംദർഭവും ഉണ്ടായി. കൂടാതെ താരത്തിന്റെ അവസാന ചിത്രമായ കട്ടേരയുടെ വിജയാഘോഷ പാർട്ടി അനുവദിച്ചതിലും അധികം നീണ്ടുപോയതിന് താരത്തിനെതിരെ അധികൃതർ നോട്ടീസ് അയച്ചിരുന്നു. പിന്നീടൊരിക്കൽ താരത്തിന്റെ വീടിനടുത്ത് കാറ് പാർക്ക് ചെയ്ത സ്ത്രീയെ നായയെ അഴിച്ചുവിട്ട് കടിപ്പിക്കാൻ ശ്രമിച്ചതും കേസായിരുന്നു. താരത്തിന്റെ ഈ വിവാദ പരമ്പരയിൽ ഇപ്പോൾ അവസാനത്തേതാണ് രേണുക സ്വാമിയുടെ കൊലപാതകം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.